ദേ ഈ സ്ക്രഞ്ച് നമുക്ക് വീട്ടിൽ എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് എടുക്കുന്നത്. അതിന് ലെങ്ത് 34 ഇഞ്ചാണ് എടുത്തത്. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര ലെങ്ത് എടുക്കാം. എനിക്ക് ഇച്ചിരി നല്ല പഫി നല്ല ഫ്ലഫി ആയിട്ടിരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ 34 ഇഞ്ചാണ് എടുത്തത്. അതിന് വേണ്ട ഭാഗം ഞാൻ ജസ്റ്റ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടിരിക്കാനും വേണ്ടി. ജസ്റ്റ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പെർഫെക്ഷൻ കൂടും. എന്നിട്ട് ഞാൻ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിട്ട് 5 ഇഞ്ചാണ് എടുക്കുന്നത്. അന്നേരം ഇതിനകത്ത് 1 ഇഞ്ച് നമ്മൾ സീമായിട്ട് പോകും. സീം അലവൻസ് ആയിട്ട് അത് തയ്ക്കുമ്പം അര ഇഞ്ച് വെച്ചിട്ട് 1 ഇഞ്ച് പോകുന്നത്. ഞാൻ ഈ 34 ഇഞ്ച് എടുത്ത ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചെയ്തത്. ഈ ലെങ്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് പോണിറ്റെയിലൊക്കെ കെട്ടി വെക്കാനും വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സ്ക്രഞ്ച് കിട്ടും. എനിക്ക് അതിന് വേണ്ടിയിട്ട് എൻ്റെ യൂസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പം വീഡിയോ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ 2 എഡ്ജുകൾ തമ്മിലും ജോയിൻ ചെയ്തെടുക്കാം. അതായത് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ചീത്ത വശത്തു കൂടി ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എന്തായാലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പാർട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണമേ. അത് ഞാനിങ്ങനെ ജോയിൻ ചെയ്താണല്ലോ കിട്ടുന്നത്. അതിങ്ങനെ വെച്ചിട്ട് ചീത്തവശമാണ് വെക്കേണ്ടത്, നല്ല വശം ഉള്ളി വരണം. എന്നിട്ട് ആദ്യം ഇത് കണ്ടോ, ഈ ഫോൾഡ് ചെയ്യുന്നുണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്യണം. ഞാൻ പറയുമ്പോൾ മനസ്സിലാകില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും. സിമ്പിളാണ്. ഇത് കാണുന്നത് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. നമുക്ക് മെഷീനൊന്നും വേണമെന്ന് തന്നെ ഇല്ല. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മെഷീനിലങ്ങ് ചെയ്തതേ ഉള്ളൂ. സൂചി നൂലും വെച്ച് ചെയ്തെടുക്കാവുന്ന ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഞാൻ പണ്ടൊക്കെ സൂചി നൂലുമായിട്ടായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചെയ്തതേ ഉള്ളൂ മെഷീനിൽ. എന്നിട്ട് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട്, അതായത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തേക്കുവാണല്ലോ, അന്നേരം ഒറ്റ സ്ട്രിങ് ആയിട്ട് വരില്ല. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും വലിയ പെർഫെക്ഷൻ ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെയുണ്ട്, ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഇത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. സിമ്പിളാണ്. അത് ആർക്ക് വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇനി തയ്ച്ചാണ്ട് ഇവിടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്താൻ. കാരണം ആ ഹോളിൽ കൂടെ വേണം നമുക്ക് ഇതിനെ തിരിച്ചെടുക്കാൻ. കണ്ടോ, ആ ഹോളിൽ കൂടി ഇങ്ങനെ തിരിച്ചെടുക്കുമ്പം തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇങ്ങനെ വലിച്ചിങ്ങ് എടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് വലിഞ്ഞ് വരികയും ചെയ്യുന്ന സ്റ്റക്കായൊന്നും ഒരിക്കത്തുമില്ല. സാറ്റിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന്, സാറ്റിൻ അല്ലെങ്കിൽ തന്നെയും ക്ലോത്ത് നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വരും. ഞാൻ എല്ലാം വലിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി വേണ്ടത് ഇലാസ്റ്റിക്കാണ്. ഞാനാണെങ്കിൽ അതൊരു ബണ്ടിലായിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ഏത് ഇലാസ്റ്റിക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള, ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് സ്ക്രഞ്ച് എത്ര ഇതിലാണോ വേണ്ടത് അത്രയും. ഇത് ഞാനൊരു 10 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പം മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇത് 11 ഇഞ്ചുണ്ട്, 12 ഇഞ്ചുണ്ട്. ഞാൻ അന്നേരം 11 ഇഞ്ചാക്കി എടുത്ത്. അന്നേരം നമുക്ക് കെട്ടാനൊക്കെ ഉള്ള എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തൊന്നും എടുക്കുമല്ലോ. ഇത് ഉരുണ്ട് ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇലാസ്റ്റിക് ഇതിന് ഇടയ്ക്ക് നമ്മളൊരു സ്പേസ് കൊടുത്തായിരുന്നല്ലോ സ്റ്റിച്ച് ചെയ്തപ്പം, ആ സ്പേസിനുള്ളിലോടി വലിച്ചെടുക്കാം. വലിച്ചിട്ട് തിരിച്ച് ആ സ്പേസിൽ അപ്പുറത്തെ വശത്തോടെയും വരുമല്ലോ, അപ്പം അങ്ങനെ വലിച്ചെടുക്കാം. സിമ്പിളാണ്. ഇത് കാണുന്ന പോലെ ഒന്നും ഒരു കോംപ്ലിക്കേറ്റഡ് അല്ല, ഭയങ്കര സിമ്പിളായിട്ട് കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നാളെ ഇങ്ങനെ അകത്തൂടെ കയറ്റി ഇങ്ങനെ ആ ഹോളിൽ കൂടെ തന്നെ വലിച്ചെടുത്തിട്ട് ഒരു നോട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത്ര സെക്യൂർ ആക്കണം. 1, 2, 3, 4 നോട്ടൊക്കെ വെച്ചിട്ട് അത് സെക്യൂർ ആയിട്ടിരിക്കും. ഇത് നല്ല സ്ട്രെച്ചബിൾ ആട്ടോ ഈ ഇലാസ്റ്റിക്. ഇത് ഈ സ്ക്രഞ്ചി പിന്നെ ഹെഡ് ബാൻഡൊക്കെ ചെയ്യാനായിട്ടുള്ള ഇലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ അഴിഞ്ഞൊന്നും പോവില്ല. ഇതങ്ങനെ അഴിഞ്ഞു പോകാത്തതുകൊണ്ട് ഞാൻ 2 നോട്ടിട്ടാണ് സെക്യൂർ ചെയ്തത്. എന്നിട്ട് ഇത് ഉള്ളിലോട്ടങ്ങ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സസ് ആയിട്ടുള്ള അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനങ്ങനെ കട്ട് ചെയ്തൊന്നും കളഞ്ഞില്ല. ഇത് കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എനിക്ക് നന്നായിട്ട് 2-3 വട്ടം ടൈ ചെയ്ത് നന്നായിട്ട് വെക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസൊക്കെ കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ആ ഒരു സ്ഥലം നമ്മൾ സ്പേസ് ഇട്ടില്ലേ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട്
ഞാൻ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. ഈ 7,000 ഗ്ലൂ ഈ ബീഡ്സൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കാരണം ഞാൻ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നല്ല വൃത്തിയാക്കി എടുക്കും. ഇച്ചിരി കാണാനൊരു മെനയാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. മുടിയൊക്കെ നല്ല പൊട്ടാതൊക്കെ ഇരിക്കുകയും ചെയ്യും ഈ സാറ്റിൻ്റെ ക്ലോത്ത് ആയത് കാരണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഈ സ്ക്രഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കല്ലേ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാമെന്നുള്ളത്. നോക്കി എന്ത് ഭംഗിയായിട്ടാണ് വന്നതെന്ന്.